ചങ്ങാതിമാർക്കല്ലോ ഒരു കിടുക്കാച്ച് നമസ്കാരം ആയിരിക്കട്ടെ. ഒരു കിടുക്കാച്ച് വെജിറ്റബിൾ എഗ് ഡ്രോപ്പ് സൂപ്പിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി ഇനി റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൊണ്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാന്നില്ല സംഭവം. എന്നും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ പോകാതിരിക്കൊന്നും വേണ്ട കേട്ടോ. റെസ്റ്റോറൻറ്റിൽ പോവുക, വീട്ടിൽ ഒരു 5-10 മിനിറ്റ് സമയം എടുക്കാമെങ്കിൽ ഈ സാധനമൊക്കെ നമുക്ക് കിഡിലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഇതിന് വേണ്ട വീട്ടിലുള്ള ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ, സെല്ലറി, ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ലെവലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹമല്ല എല്ലാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സൂപ്പുകളുണ്ടെങ്കിൽ അതിലടിയും മെൻഷൻ ചെയ്യാമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് കാണിക്കുന്നതായിരിക്കും. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് അങ്ങ് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിക്കൽ വലിയൊരു ചെമ്പെടുത്തത് ഇതുപോലെ ചൂടാക്കാൻ വെക്കുക കേട്ടോ. ചെമ്പൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കിടക്കാച്ച് യൂട്യൂബ് ചാനൽ, ഷെഫിന് പോകും ആൽക്കമിസ്റ്റ് എന്ന്. അതിലൊക്കെ ഒന്ന് കയറി നോക്കുക, എന്താ അവിടെ സംഭവിക്കുന്നത് നമുക്കൊന്ന് അറിയണ്ടേ. നേരെ നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് ഇതുപോലെ കുറച്ച് കോൺഫ്ലവർ എടുക്കുക. കോൺഫ്ലവർ വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി ഈ രൂപത്തിലൊക്കെ ആക്കി വെക്കുക. അധികം വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കോൺഫ്ലവർ കൂടുതൽ അതിൻ്റെ ചേർക്കേണ്ടത്. കുറച്ച് വെള്ളം ചേർത്ത് ഒരു തിക്ക് രൂപത്തിൽ വേണം ഈ സാധനം കലക്കി വെക്കാൻ വേണ്ടി. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാരറ്റും ബീൻസും അതിലിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരറ്റിനും ബീൻസിനൊക്കെ കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഒരു ഡാർക്ക് കളറായി പോകും. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ സെല്ലറി ഇട്ട് കൊടുക്കുക. സെല്ലറി ഇട്ട് കൊടുത്ത ശേഷം ഇവനൊന്ന് തിളയ്ക്കാൻ ഇതുപോലെ ഇങ്ങ് വെക്കുക. ഇവനത് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് വെക്കുക. എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് എഗ്ഗ് വൈറ്റ് എടുക്കുക. അതായത് മുട്ടയുടെ വെള്ളം മാത്രം. എന്നിട്ട് അത് നല്ലവണ്ണം ഇതുപോലെ ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ എഗ്ഗ് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യാമെങ്കിൽ അത്ര നല്ലത്. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വന്ന് ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. തീയൊന്ന് കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ശേഷം അതിലേക്ക് കുരുമുളക് പൊടി, അതായത് വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇത് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ഇടുമ്പോഴേക്ക് കുരുമുളക് പൊടി ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കട്ട പിടിക്കത്തില്ല. അല്ലെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ശേഷം ഇവനൊന്ന് തിളച്ച രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് ഇനി കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് ആദ്യം ഒരു ഇച്ചിരി ഒഴിക്കുക. അതിന് ശേഷം ഇത് കുറുകി നമുക്കറിയാമല്ലോ ഒരു തിക്നെസ്, ആ തിക്നെസ് വരുന്നവരെ നമ്മൾ നോക്കുക. അപ്പോൾ രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൂപ്പിൻ്റെ ആ തിക്നെസ് ഉണ്ടല്ലോ, ആ തിക്നെസ്സിൻ്റെ ലെവലിൽ എടുക്കണം. ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലുവ കഷ്ണം പോലിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നോക്കി വേണം അത് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴേക്ക് നമ്മൾ ആ എഗ്ഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തത് ഇതിൽ മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്ലോ മോഷനിൽ ഇടുമ്പോൾ ഇങ്ങനെ മുകളിൽ സൂപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പാട കെട്ടി പോലെ വരുന്നത് കാണാൻ പറ്റും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ ഇതുപോലെ. എന്നിട്ട് ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ചങ്ങാതിമാർ ചോദിക്കും ഇതിന് അജിനോമോട്ടോ വേണ്ടതെന്ന്. അജിനോമോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലേലും ഒരു കുഴപ്പമില്ല ഇതിന്. കാരണം ഓൾറെഡി നമ്മൾ ഇതൊരു സ്റ്റോക്ക് പോലെ ഉണ്ടാക്കി മുട്ടയൊക്കെ ഇട്ട് ഇതുപോലെ സ്പ്രിംഗ് ഓണിയൊക്കെ ഇട്ടുമ്പോൾ ഇപ്പം വേറെ ലെവലാണ്, നല്ല സ്മെല്ല് വരുന്നല്ലേ ചങ്ങാതിമാരെ. എന്നിട്ട് നേരെ ഇതുപോലെ സൂപ്പുകളിലേക്ക് ഇട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി വിനിഗർ, കുറച്ച് ലൈറ്റായിട്ട് സോയാ സോസ് ഇതിട്ട ശേഷം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി കിളി പോകും. ഇപ്പം തന്നെ എടുത്തത് ഒരു പിടുത്തം വയ്ക്കുക. നിങ്ങളെ എന്നായാലും കൊതിപ്പിച്ച് ഞാനൊരു പിടുത്തം പിടിക്കാൻ പോവാം. പിടിക്കുമ്പോൾ തന്നെ സംഭവം വേറെ ലെവലാണ്. അധികം നേരമൊന്നും വേണ്ട ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വൈകുന്നേരം അങ്ങ് കമൻ്റ് അങ്ങ് രേഖപ്പെടുത്തുക. സംഭവം അങ്ങനെ കിളി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നായാലും സംഭവം വേറെ ലെവലാണ് കേട്ടോ. വെജിറ്റബിൾ എഗ് ഡ്രോപ്പ് സൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഓടുകയൊന്നും വേണ്ട. വീട്ടിൽ നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ ഉണ്ടാക്കി തകർക്കുക.